ഈ ബസ്സിലേക്ക് വീണ്ടും ഇനി ഈ ആഴ്ചത്തെ റിലീസുകളിലേക്കാണ്. മലയാളത്തിൽ പോളേട്ടൻ്റെ വീട് എന്ന ചിത്രമാണ് ഈ ആഴ്ച തിയേറ്ററുകളിലെത്തിയത്. ദിലീപ് നാരായണനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സായികുമാർ അടക്കമുള്ള താരങ്ങളാണ് ചിത്രത്തിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പോളെന്നാണ് ആളുടെ പേര്. പോളേട്ടൻ എന്ന് നാട്ടുകാരൊക്കെ വിളിക്കും. നല്ല മനുഷ്യനാ. ഒപ്പം ബോളിവുഡിൽ നിന്നുള്ള പ്രധാന ചിത്രം ബേഫിക്കറിയാണ്. രൺവീർ സിംഗ് നായകനാകുന്ന ചിത്രം ഒട്ടേറെ പാട്ടുകൾ കൊണ്ട് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സിനിമയുടെ പ്രചാരണം വലിയ തോതിൽ നടന്നിരുന്നു. ഒരു പക്ക എന്റർടൈനർ ചിത്രമായിരിക്കും ബേഫിക്കറി. തെലുങ്കിൽ നിന്നും റാം ചരൺ നായകനായ ധ്രുവ എന്ന ആക്ഷൻ ത്രില്ലറും എത്തുന്നുണ്ട്. തമിഴ് ചിത്രം തനിയൊരുവിന്റെ തെലുങ്ക് റീമേക്കാണ് ഈ സിനിമ. കേരളത്തിലും ചില തിയേറ്ററുകളിൽ ധ്രുവ പ്രദർശനത്തിനെത്തിയിട്ടുണ്ട്. ഹലോ, മീറ്റ് മൈ ബോയ്ഫ്രണ്ട്. ഇനിയൊരു തമിഴ് സിനിമയിലേക്കാണ്. തനിയൊരുവൻ വലിയ ഹിറ്റ് സമ്മാനിച്ച ചിത്രം ജയൻ രവിക്കും അരവിന്ദ് സ്വാമിയുടെ ഗംഭീര തിരിച്ചുവരവിനും വഴിവെച്ച ചിത്രം. വീണ്ടും ആ കൂട്ടുകെട്ട് ഒരുമിക്കുകയാണ്. ബോഗൻ എന്ന ചിത്രത്തിലൂടെ ജയൻ രവിയും അരവിന്ദ് സ്വാമിയും വീണ്ടും എത്തുന്നു. ചിത്രത്തിൽ പോലീസ് കഥാപാത്രത്തെയാണ് ജയൻ രവി അവതരിപ്പിക്കുന്നത് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. എന്തായാലും അരവിന്ദ് സ്വാമിയുടെ കഥാപാത്രത്തിനും ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. വലിയ പ്രതീക്ഷ തീർച്ചയായും ഈ സിനിമ നൽകുന്നുണ്ട്. വൈകാതെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ട്രെയിലർ കൂടി പുറത്തിറങ്ങിയിരിക്കുന്നു. எதையும் ஆரம்பிக்கிறதுக்கு முன்னாடி மைண்ட் செட் ரொம்ப முக்கியம். இப்போ நாம எப்படி இருக்கோம்? சந்தோஷமா இருக்கும். எப்படி இருக்கோம்? சந்தோஷமா இருக்கும். எப்படி இருக்கோம்? சந்தோஷமா இருக்கும். யார் அந்த ஃபிகர்? இப்போ நான் உனக்கு ஒரு படம் காட்டுவா? டேய், உன் சாவு என் கையில தான்டா. அந்த கோவம் இல்லைன்னு சொல்றேன்ல. டேக் ஹிம் இன். என்ன ஒண்ணு பண்ணிடாத. മൺമറഞ്ഞ പോൾ വാക്കറിൻ്റെ ഓർമ്മകളുമായി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പരമ്പരയിലെ ഏറ്റവും പുതിയ ചിത്രം കൂടി വരുന്നു. സിനിമയുടെ ട്രെയിലർ ഇറങ്ങുന്നതിന് മുന്നോടിയായി മുൻ സിനിമകളിലെ ഭാഗങ്ങളും ഒപ്പം തന്നെ പോൾ വാക്കറിൻ്റെ ഓർമ്മകളും താരങ്ങൾ പങ്കുവയ്ക്കുന്നതടങ്ങുന്ന ഒരു പുതിയ വീഡിയോ അണിയറക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. ട്രെയിലർ ഞായറാഴ്ച എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. Yo, Roman, you need some fresh air? Just when you didn't think it could get any better, huh? അതിവേഗത്തിന്റെ കണ്ണഞ്ചിപ്പിക്കും രംഗങ്ങളുമായി ലോകം മുഴുവനുമുള്ള സിനിമാ പ്രേമികളെ ആകർഷിച്ച ഹോളിവുഡ് പരമ്പരയാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. This right here takes crazy to a whole nother level. So what's the plan, Dom? One last ride. 2001 ആദ്യ ചിത്രം വന്നത് മുതൽ ഇങ്ങോട്ട് ആരാധകർ ഓരോ പതിപ്പിനുമായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഫ്യൂരിയസ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ കൂടുകൂട്ടിയ പോൾ വാക്കർ ഓർമ്മയായതിൻ്റെ വേദനയും ഈ വേഗനിമിഷങ്ങൾക്കൊപ്പമുണ്ട്. പോൾ അവസാനമായി അഭിനയിച്ച ഫ്യൂരിയസ് 7 വൻ വിജയമായിരുന്നു. So this is a very special day today. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 8ന്റെ ട്രെയിലർ കാണാനുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചാണ് ചിത്രീകരണ രംഗങ്ങളും മുൻ ചിത്രങ്ങളിലെ ഭാഗങ്ങളും താരങ്ങളുടെ പ്രതികരണങ്ങളുമൊക്കെയായി വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. Lane Hanneman wrote it and then sent it down to New Zealand, so it was blessed by our elders.
അതിശയിപ്പിക്കുന്ന അതിമാനുഷിക ആക്ഷൻ രംഗങ്ങൾ അവതരിപ്പിക്കുമ്പോഴും സൗഹൃദത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും നന്മയെ കൂടെ കൂട്ടിയിരുന്നു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ചിത്രങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. I have to say it is going beyond my expectations, although my expectations were huge. ന്യൂയോർക്ക് നഗരത്തിലായിരുന്നു സിനിമയുടെ കുറേയേറെ ഭാഗങ്ങൾ ചിത്രീകരിച്ചത്. ഒപ്പം ക്യൂബയും പ്രധാന ലൊക്കേഷനായി. ഏറെ ദിവസം നീണ്ടുനിന്ന ശ്രമങ്ങൾക്കൊടുവിലാണ് ക്യൂബയിൽ ചിത്രീകരണത്തിനായി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സംഘത്തിന് അനുമതി ലഭിച്ചത്. വിൻ ഡീസൽ അടക്കമുള്ള താരങ്ങൾക്ക് വലിയ സ്വീകരണമാണ് ക്യൂബക്കാർ നൽകിയതും. ഏഴാം പതിപ്പ് ഫ്യൂരിയസ് 7 എന്നായിരുന്നു അറിയപ്പെട്ടതെങ്കിൽ 8ാം പതിപ്പിന് ഫാസ്റ്റ് 8 എന്നാണ് പേര്. ഗാരി ഗ്രേയാണ് സംവിധാനം. ഞായറാഴ്ച സിനിമയുടെ ട്രെയിലർ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരുന്ന ഏപ്രിലായിരിക്കും ഫാസ്റ്റ് 8 തിയേറ്ററുകളിലെത്തുക. ബോളിവുഡിൽ ഇപ്പോൾ സിനിമകളുടെ റീബൂട്ടിൻ്റെ സമയമാണ്. പറഞ്ഞവസാനിപ്പിച്ച സിനിമകൾ വീണ്ടും പൊടിതട്ടിയെത്തുന്നു. പുതിയ താരങ്ങൾ, പുതിയ പശ്ചാത്തലം. അങ്ങനെ അക്കൂട്ടത്തിൽ ഒരു ചിത്രമാണ് സ്പൈഡർമാൻ പരമ്പരയിൽ ഏറ്റവും പുതിയ ഒരു ഘട്ടത്തിന് തുടക്കം കുറിക്കുന്ന ചിത്രമാണ് സ്പൈഡർമാൻ ഹോം കമ്മിങ് എന്ന ചിത്രം. ടോം ഹോളണ്ട് എന്ന നടനാണ് ഈ സിനിമയിൽ സ്പൈഡർമാനായി വേഷമിടുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി റിലീസ് വൈകാതെയുണ്ട്. What's up, guys? Wait a minute. You guys aren't the real Avengers. I can tell Hulk gives it away. Listen, I know school sucks. Peter, you still with us? But you are a kid. This is my chance to prove myself. Peter, what is going on with you? I'm really sorry. I'm so busy. I'm slammed. Don't mess with me, because I will kill you and everybody you love. അങ്ങനെ റീബൂട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ഹോളിവുഡ് പരമ്പരയാണ് ദി മമ്മി. കഴിഞ്ഞ പരമ്പരയിലെ സിനിമകളെല്ലാം വലിയ ഹിറ്റുകളായിരുന്നു. ഇനി ദി മമ്മി എന്ന പേരിൽ പുതിയ ചിത്രം വരുമ്പോൾ നായക വേഷത്തിൽ ടോം ക്രൂസാണ്. പക്ഷേ സിനിമയുടെ റിലീസിനായി കുറച്ച് കാത്തിരിക്കണം. ജൂൺ 9 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. ട്രെയിലർ പുറത്തിറങ്ങി കഴിഞ്ഞു. Welcome to a new world of gods and monsters. I saw her. She is real. Please meet Princess Amunet. She will claim what she has been denied.